ചെയ്യുന്ന അതേ രീതി തന്നെയാണ് അവിടെ, അതേ സംഭവം തന്നെയാണ്. നമ്മൾ അവിടെ അത് തന്നെ ആ എഞ്ചിൻ്റെ എൻഡിൽ നിന്ന് നേരെ സ്ട്രൈറ്റായി പോകുമ്പോഴത്തേക്ക് 2 ട്രാക്കിൻ്റെ നടുക്കൂടെ വണ്ടി സ്ട്രൈറ്റായിട്ട് പോകുന്നു. നമുക്കിവിടെ സ്പീഡല്ല ആവശ്യം. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? കൺട്രോള്, ക്ലച്ചിൻ്റെ കൺട്രോളും സ്റ്റിയറിങ്ങിൻ്റെ സ്പീഡുമാണ് മെയിനായിട്ട് എച്ചിന് വേണ്ടത്. ഒരിക്കലും വണ്ടിക്ക് സ്പീഡ് വേണ്ട, വളരെ 2 കിലോമീറ്റർ സ്പീഡിൽ മാത്രം വണ്ടി മൂവ് ചെയ്താൽ മതി. അതെങ്ങനെ മൂവ് ചെയ്യിക്കും? എങ്ങനെ മൂവ് ചെയ്യുന്നത്? 2 കിലോമീറ്റർ സ്പീഡിൽ എങ്ങനെ മൂവ് ചെയ്യുന്നത്? കാർ എങ്ങനെ മൂവ് ചെയ്യുന്നത് 2 കിലോമീറ്റർ സ്പീഡിൽ? ഹാഫ് ക്ലച്ചിലല്ലേ? ഫുള്ളായിട്ട് വിട്ടാൽ എന്ത് പറ്റും? അല്ല, ഓഫ് ആവില്ല. ഫുള്ളായിട്ട് വിട്ട് കഴിഞ്ഞാൽ സ്പീഡ് കൂടും. സ്പീഡ് കൂടി നമുക്ക് ഈ ട്രാക്കിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്പീഡിനെ കുറയ്ക്കണം. അപ്പോൾ സ്പീഡിനെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മൾ ക്ലച്ചിലാണ് നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടി കറക്റ്റായിട്ട് ടേൺ ചെയ്ത് വരുള്ളൂ. ഒരു എക്സ്പേർട്ട് ഡ്രൈവർ പോലും എച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ ഫെയിൽ ആവാറുണ്ട്. അതായത് റോഡിൽ നന്നായിട്ട് ഓടിക്കുന്നവർ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. പണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം? പണ്ട് ഈ കാർ ഷെഡ് സെറ്റപ്പായിരുന്നു നമ്മളെല്ലാ വീടുകളിലും. എനിക്കുള്ള ഒരു 2000 ബാക്കിലോട്ടൊക്കെ എല്ലാ കാർ ഷെഡിൽ മാത്രം, പിന്നെ റോഡിൽ ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യും. ഇപ്പം അങ്ങനെയല്ല. വണ്ടികൾ പെരുകിയതോടുകൂടി ലൈനിട്ട് വണ്ടികളെല്ലാം ഒരു ഡിസിപ്ലിൻ, എല്ലാവരും ഓർഡറിലാണ് ഇപ്പോൾ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്ത് തുടങ്ങിയത്. മാളുകൾ വന്നു, പിന്നെ ഫ്ലാറ്റുകളിൽ ഇതുപോലെ പാർക്കിങ്സ് വന്നു. അപ്പം ഇപ്പം പണ്ടുള്ള രീതിയിലുള്ള എല്ലാം മാറി. പണ്ടായിരുന്നെങ്കിൽ 16 കമ്പി 14 കമ്പി അല്ലേ? 16 കമ്പിയായിരുന്നു ഈ എച്ചിന്. 16 കമ്പിയിൽ വെച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം വണ്ടിയെക്കാട്ടി ഹൈറ്റിലായിരുന്നു കമ്പിയുടെ ഹൈറ്റ്. വണ്ടിയിൽ റൈറ്റ് സൈഡ് ചെയ്യുന്നതുകൊണ്ട് തല തിരിഞ്ഞാണ് നോക്കിക്കൊണ്ടിരുന്നത്. പണ്ടത്തെ കാറുകൾക്കൊന്നും റിവേഴ്സ് വ്യൂ മിററില്ല. മിറർ വന്നത് ഇതുപോലെ ശേഷം, എനിക്ക് തോന്നുന്നു 2090 ശേഷമാണ് ഈ പറഞ്ഞ സൈഡ് വ്യൂ മിററെല്ലാം വന്നത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ളതാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് പരിഷ്കാരമൊക്കെ വന്നതൊക്കെ അതിനൊക്കെ മുമ്പാണ്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തല തിരിഞ്ഞ് നോക്കുന്നു, തല വെളിയിലിട്ട് നോക്കുന്നു, ആ സെറ്റപ്പായിരുന്നു. പിന്നെ അത് അന്നത്തെ വണ്ടികളുടെ സീറ്റെല്ലാം ഹൈറ്റിലുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് തല വെളിയിട്ടൊക്കെ നിസ്സാരം നോക്കാം. ജീപ്പായിരുന്നാലും അംബാസഡർ ആയിരുന്നാലും ഫിയറ്റ് ആയിരുന്നാലും നമുക്കെല്ലാം തല വെളിയിലിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാമായിരുന്നു. ഇപ്പോഴുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എല്ലാം കുഴിയിലായിരിക്കുന്നത്. എല്ലാ വണ്ടി AC ആണ്. എല്ലാ വണ്ടിയിലെ ഗ്ലാസ് ഉയർന്നിരിക്കും. പിന്നെ ഇതുപോലത്തെ കമ്പിയൊന്നും ഇപ്പോൾ ഇല്ല. പല ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും കമ്പി ഉണ്ടെങ്കിലും നമ്മൾ ട്രിവാൻഡ്രത്തുള്ളതെന്ന് പറഞ്ഞാൽ കമ്പി ഇല്ലാതെ തന്നെ എടുക്കുന്നത്. അതായത് റോഡിൽ ലൈൻ വരച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ആ പരിഷ്കാരം മാറുന്നതനുസരിച്ച്, റോഡിൻ്റെ അവസ്ഥ മാറുന്നതനുസരിച്ച് ഇതെല്ലാം മാറി. ഈ പണ്ടൊക്കെ ഹാൻഡ് സിഗ്നലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഹാൻഡ് സിഗ്നൽ ആരും ഉപയോഗിക്കുന്നുണ്ടോ? എന്താ കാര്യം? ഉപയോഗിക്കാത്ത കാര്യം എന്താ? ഇൻഡിക്കേറ്റർ അല്ല, ഇൻഡിക്കേറ്റർ പണ്ടൊന്നും ഇൻഡിക്കേറ്റർ ഇല്ല. ഇപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ പിന്നെ മാരുതി വന്നതിന്